എടേ എജ്ജാതി മാച്ചായിരുന്നു ബയൺ മ്യൂണിക്ക് വേഴ്സസ് PSG സെമി ഫൈനലിലെ ഫസ്റ്റ് ലെഗ് പാർക്ക്നെസ് പ്രിൻസസിൽ. പക്ഷെ എൻ്റെ മോനെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഇതൊരു കട്ടക്ക് പോരാട്ടമായിരിക്കും. പക്ഷേ ഇതൊരുമാതിരി നമ്മൾ തീ പ്രതീക്ഷിച്ചിട്ട് കാട്ടുതീ കിട്ടിയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാച്ച്. 5-4 എന്നുള്ളൊരു സ്കോറിനാണ് മാച്ച് അവസാനിച്ചത്. ഇനി സെക്കൻഡ് ലെഗ് ബാക്കിയുണ്ട്, അത് ബയൺ മ്യൂണിക്കിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ അലിയൻസ് അറീനയിൽ ബാക്കിയുണ്ട്. എൻ്റെ മോനെ ഇത് PSG 58ാമത്തെ മിനിറ്റ് ആയപ്പോൾ 5-2 എന്നുള്ള സ്കോറിന് ലീഡ് എടുത്തു. ഫസ്റ്റ് ലൂയിസ് ഡയസിൻ്റെ ഫൗളിലൂടെ ഒരു പെനാൽറ്റി ഇട്ട് ഹാരി കെയ്നാണ് ഗോൾ സ്കോറിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. 58ാമത്തെ മിനിറ്റ് ആയപ്പോൾ 5-2 എന്നുള്ളൊരു സ്കോറിന് PSG 1 ലീഡിലെത്തി. പക്ഷെ ബയൺ പറഞ്ഞു ഇല്ല, ഞങ്ങൾ വിട്ടു തരില്ല. അങ്ങനെയാണ് ഉപ്പാമങ്കോ ആ ചങ്ങായും പിന്നെ അതുപോലെ തന്നെ ഒരാളും കൂടിയും ഗോൾ സ്കോർ ചെയ്ത് 5-4 എന്നുള്ളൊരു സ്കോറായിട്ട് മാറി. എൻ്റെ പൊന്നെ എജ്ജാതി മാച്ച്. ഒന്നും പറയാല്ല. PSG ഫോർവേഡ് ഒന്നും പറയാല്ല. ഡെംബലെ 2 ഗോൾ 1 അസിസ്റ്റ്. പ്ലെയർ ഓഫ് ദ മാച്ചാണ് ഈ ഒരു മാച്ചിൻ്റെ. ക്വരറ്റ്സ്കേലി 2 ഗോൾ, ദസേരുവെ 2 അസിസ്റ്റ്. അങ്ങനെ അറ്റാക്കിങ്ങൊക്കെ കിടിലൻ, ഒന്നും പറയാനില്ല. PSG നമ്മൾ കഴിഞ്ഞ സീസണിൽ അവസാനമായപ്പോൾ ഏത് PSG ആണോ കണ്ടത്, ആ PSG തന്നെയാണ് ഇപ്പോൾ സെമി ഫൈനലിലും ക്വാർട്ടറിലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടു ബി ഫ്രാങ്ക് പറയാലോ, ബയൺ മ്യൂണിക്ക് ഒന്നും പറയാനില്ല. ഒലീസെ ആയിക്കോട്ടെ, ഹാരി കെയ്ൻ ആയിക്കോട്ടെ, ലൂയിസ് ഡയസ് ആയിക്കോട്ടെ. പക്ഷേ ഇവൻ കമ്പാരിങ് ടു ഉസ്മാൻ ഡെംബലെ, ക്വരറ്റ്സ്കേലി, ദസേരുവെ ഇവർ അത്ര കിടിലനായില്ലാതെ മാത്രം. പക്ഷേ പൊടിയായിരുന്നു, ഒന്നും പറയാനില്ല. കട്ട മാച്ചായിരുന്നു. വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് മാച്ച്. ഇതിൻ്റെ സെക്കൻഡ് ലെഗ് മാച്ചിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വേറൊരു മാച്ച് വരാണ്ട്, ആഴ്സണലും അത്ലറ്റിക്കോ മാഡ്രിഡും. ആരെങ്കിലൊക്കെ അറ്റാക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു, അറിയില്ല. ഇതിൻ്റെ സെക്കൻഡ് ലെഗ് ഞാൻ എന്തായാലും വെയിറ്റിംഗ് ആണ്. പൊളിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നോക്കാം എന്തായാലും. എൻ്റെ കണ്ടൻസ് ഇഷ്ടമാണ്, ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.